എല്ലാവർക്കും സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി ആമേൻ അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, ആമേൻ, ഒരു അവസരം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. പറയുവാനോ പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒരു കാര്യവും നമുക്കില്ല. കാരണം ദൈവം ഓരോ ദിവസവും നടത്തുന്നതും ഓരോ ദിവസവും നമുക്ക് ആവശ്യമായി നൽകുന്നതും ദൈവമാണ്. നമ്മുടെ ബുദ്ധിയോ ശക്തിയോ പലപ്പോഴും തളർന്നു പോകുമ്പോൾ ദൈവം നമ്മെ താങ്ങി നടത്തുന്ന ദൈവമാണ്. നമ്മുടെ കൂടെ പലരും ഉണ്ടാകും എന്ന് പറയുന്നവരെല്ലാം പകുതി വഴിയിൽ വച്ച് അവരെല്ലാം നമ്മെ ഉപേക്ഷിക്കും. ആമേൻ, സ്തോത്രം. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന എല്ലാവരും നമ്മെ പലപ്പോഴും മാറ്റി നിർത്തുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അവിടെ എല്ലാം ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞിനെ ദൈവത്തിന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തേക്ക് അവനെ കൊണ്ടുവന്ന് തന്നെ കർത്താവ് അവനിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൻ്റെ പിന്നിൽ പ്രാർത്ഥന എന്ന നാളം, ആ അഗ്നി, ആ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുമ്പോൾ ദൈവം അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. ഇന്ന് പകലിൽ അല്പനിമിഷം ധ്യാനിപ്പാൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 142 സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം, 142 6-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: എൻ്റെ നിലവിളിക്ക് ചെവി തരേണമേ. കണ്ടോ, അവിടെ തുടക്കം പറയുന്നത് എൻ്റെ നിലവിളിക്ക് ചെവി തരേണമേ. അപ്പോൾ ദാവീദ് നിലവിളിക്കുക. നമുക്കത് തലക്കെട്ടറിയാം. ദാവീദിൻ്റെ ഒരു ധ്യാനമെന്നാണ് നമ്മൾ കാണുന്നത്. തലക്കെട്ട് വളരെ ശക്തമാണ്. ഹല്ലേലൂയ. അവൻ ഗുഹയിൽ ആയിരുന്നപ്പോൾ കഴിച്ച ഒരു പ്രാർത്ഥന. സ്തോത്രം. എവിടെ ആയിരുന്നപ്പോൾ? ഗുഹയിൽ ദാവീദ് ആയിരിക്കുക. സ്തോത്രം. തന്നെ തകർത്ത് കളയാൻ, തന്നെ ഇപ്പം തീർത്ത് കളയുമെന്ന് ദുഷ്ടൻ തൻ്റെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തുകയാണ്. പലപ്പോഴും നമ്മുടെ നിലവിളി ദൈവത്തിൽ എത്താതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെന്തെന്നറിയാമോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉന്മയോടെ കാര്യങ്ങൾ നിരത്തി വയ്ക്കുന്ന ദൈവപൈതലിന് പ്രൈസ് ദി ലോർഡ്, ആ നിലവിളിക്ക് കേൾക്കുന്ന ചെവിയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. രക്തം ജയം. ഇന്ന് പകലിൽ ദാവീദ് പറയുക, കർത്താവേ, എൻ്റെ നിലവിളിക്ക് നീ എന്ത് ചെയ്യണം? ചെവി തരണം. സ്തോത്രം. ഇല്ല എങ്കിൽ ഞാൻ ഈ വിളിക്കുന്ന നിലവിളി അല്ലെങ്കിൽ കരച്ചില്, എൻ്റെ പരിധി കെട്ടുള്ള നിന്നോടുള്ള സ്നേഹം, ഹല്ലേലൂയ, നീ എന്നെ വിടുവിച്ച് ഈ രാജസനിൽ കൊണ്ടിരുത്തിക്കുക. പക്ഷെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു ഗുഹയ്ക്കകത്താണ്. സ്തോത്രം. ഈ ഗുഹയ്ക്കകത്തിരുന്നും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എനിക്ക് എന്ത് സംഭവിക്കുമെന്നല്ല, ഈ ഗുഹ ഇടിഞ്ഞു വീണ് ഞാൻ ഇതിനകത്തിരുന്ന് ശ്വാസം കിട്ടാതെ മരിച്ചു പോകുമെന്നൊക്കെ അവന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷെ ഇല്ല, അതിനകത്തിരുന്നും ഒരു ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അയ്യം വിളിക്കുകയാണ്. നമുക്ക് യോനയെ അറിയാം. യോന മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നപ്പോൾ യോനയ്ക്ക് മറ്റൊന്നും പറയാനില്ല. യോന അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇല്ല, അവൻ ദൈവത്തോട് ക്ഷമ പറയുകയാണ്. യോന ദൈവം പറയുന്നിടത്ത് പോകാതിരിക്കുമ്പോൾ യോനയെ ദൈവത്തിൻ്റെ പിക്ചറിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ യോന എവിടെ പ്രസംഗിക്കണമെന്ന് ദൈവം ഡിസൈൻ ചെയ്തു. അവിടേക്ക് പോകാതെ യോന തിരിഞ്ഞപ്പോഴാണ് നിലവിളി ഉയർന്നത്. ഗ്ലോറി ടു ഗാഡ്. ഇന്ന് പകലിൽ ദൈവത്തിന് നിന്നെ എന്നെയും കുറിച്ചൊരു പിക്ചറുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ മാത്രമേ നമുക്ക് പോകാൻ കഴിയൂ. ആമേൻ. അതിനപ്പുറം ഒരു യാത്രയില്ല. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെയും നീ ഒറ്റപ്പെട്ടവനായിരിക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരൊരു കാര്യം പറയാം. നിങ്ങൾ സ്നാനപ്പെട്ടവരാണോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണോ? നിങ്ങൾ തിരുമേശ എന്ന കൂട്ടായ്മ ആചരിക്കുന്നവരാണോ? നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണോ? നിങ്ങൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നവരും പ്രവചിക്കുന്നവരും വെളിപ്പാട് കാണുന്നവരുമാണോ? എങ്കിൽ വാസ്തവമായി നിങ്ങൾ ഒറ്റപ്പെട്ട വ്യക്തിയാ. വേദപുസ്തകം അങ്ങനെ തന്നെ പറയുന്നു.
നിങ്ങൾ ഒറ്റപ്പെട്ട വ്യക്തിയാണ്. നമ്മൾ നോക്കുമ്പോൾ ചുറ്റുപാടും അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, സമാജനമുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ നീ ഒറ്റപ്പെട്ടവനാ. എന്തെന്ന് ചോദിക്കൂ, എന്താ പാസ്റ്റർ അങ്ങനെ പറയുന്നേ? അവർക്കില്ലാത്ത ഒന്ന് നിനക്കുണ്ട്. ഹല്ലേലൂയ, രക്തത്താൽ ജയം. അവർക്കില്ലാത്ത ഒരു ഗിഫ്റ്റ് നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ കൃപാവരങ്ങളിൽ നീ ശോഭിക്കുന്നു എന്ന് ദൈവത്തിന്റെ പ്ലാൻ ആയിരിക്കാം. നീ ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ദൈവത്തിന് നിന്നിൽ കുറിച്ചൊരു വലിയ ഒരു പദ്ധതിയുണ്ട്. അത് വെളിപ്പെടണം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ആ ഒരു മനസ്സിനകത്തുള്ള ഇഷ്ടമാണ്, തലങ്ങളിലുള്ള ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഒരിക്കലും ആമേൻ ഒരു ദൈവനെ ഒരു ലോകം മുഴുവൻ റിജക്റ്റ് ചെയ്താലും ഒരു ദൈവം നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവ പൈതലേ, സ്തോത്രം. അഭിഷക്തന്മാരെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളുടെ സഭ വളരുന്നതനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ ആമേൻ ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം. നിങ്ങളെ മനഃപൂർവ്വമായി അവരവിടെ നിന്ന് പുറത്താക്കാം. പക്ഷേ ഇന്ന് പകലിൽ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ കുഞ്ഞെ, കൃപാവരമുള്ളവരെ നിങ്ങൾ പഠിച്ചു നോക്കൂ. ഏലിയാവിനെ നോക്കൂ, ഏലിയ ഒറ്റയ്ക്കല്ലേ. എലിശയെ നോക്കൂ, എലിശ ഒറ്റയ്ക്കല്ലേ. യോസേഫിനെ നോക്കൂ, ഒറ്റയ്ക്കല്ലേ. എപ്പോഴാണോ അഭിഷേക തല വീഴുന്നത്, ദാവീദ് ഒറ്റയ്ക്കല്ലേ. ആരും ദാവീദിനെ ചേർത്ത് പിടിക്കാൻ തയ്യാറായില്ല. ആരും മോശ ഒറ്റപ്പെട്ടില്ലേ. ഇന്ന് പകലിൽ ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തിന്മയ്ക്കല്ല ദൈവമേ, നന്മയ്ക്കാ. ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. ഇതാണ് രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന് ആവശ്യം, ഒരു എളിമത്വം. ഹല്ലേലൂയ. ഏത് കൃപാവരം നമുക്ക് കിട്ടിയാലും, ദൈവം ഗിഫ്റ്റായി തന്നാലും, അതിനകത്ത് ഒരു എളിമത്വം അത് ഏറ്റവും അത്യാവശ്യമാണ്. സ്തോത്രം. ഒരാളിനെ നമുക്ക് ആമേൻ കരുതി പ്രാർത്ഥിക്കാൻ, ഒരാളിനെ താങ്ങുവാൻ, ആമേൻ നമ്മുടെ അടുത്ത് നിൽക്കുന്ന സഹോദരനെ ഒന്ന് താങ്ങുവാൻ, അവന്റെ വിഷയം കൂടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഒരു എളിമപ്പെട്ട് ദൈവസന്നിധി നിൽക്കുന്ന ദൈവപുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലമേറിയവരാകയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നിലും ബലമുള്ളവരാ എൻ്റെ മുമ്പിൽ നിൽക്കുന്നേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിലേക്ക് നമുക്കിന്ന് പകൽക്കാലം ഏൽപ്പിക്കാം. ദൈവശബ്ദം ഇന്ന് പകൽ ഒരു നീതിമാനെ നടത്തുന്ന, നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നു കൂടും. സ്തോത്രം. അത് ദാവീദിന്റെ ഒരു വിശ്വാസമാണ്. ഹല്ലേലൂയ. ദാവീദ് പറയുന്നത്, എൻ്റെ പ്രാണൻ എവിടെ ഇരിക്കുന്നു? കാരാഗ്രഹത്തിൽ നിന്ന് ആമേ പുറപ്പെടുവിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പ്രാണനിരിക്കുന്ന എവിടെ അറിയാമോ? കാരാഗ്രഹത്തിൽ നിന്ന് എന്ത് ചെയ്യണം? പുറപ്പെടുവിക്കണം. അപ്പോൾ കാരാഗ്രഹവാസം അനുഭവിക്കുന്ന ദാവീദിന്റെ ആ ഹൃദയതലങ്ങളിൽ കാരാഗ്രഹത്തിലായിരിക്കണമെന്നില്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. കാരാഗ്രഹത്തിൽ പോകണമെന്നില്ല ഹൃദയോടെ ഇരിക്കാൻ. നമ്മെ ഒരാൾ വേദനിപ്പിച്ചാൽ മതി, പിന്നെ നമുക്ക് മുമ്പിലോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല. ആമേൻ. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയായി പോകും. പക്ഷേ അവിടെ എല്ലാം ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ നീ വിടുവിച്ചേ മതിയാക്കും. സ്തോത്രം. പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ത്യക്കകത്തും പുറത്തും വിവിധ രാജ്യങ്ങളിലിരിക്കുന്ന എല്ലാ ജനത്തെയും അവിടെ പുനരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പ കർത്താവിന്റെ ജനത്തിന് നിലവിളി കേൾക്കണം. കർത്താവേ, ആ നിലവിളിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് പൊതിയുമാറാകണം. അത്ഭുതങ്ങൾ ചെയ്യണമേ. നിലവിളി കേട്ട് മറുപടി തരുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ. പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ മറവ് ഞങ്ങളെ പൊതിയണം. അത്ഭുതം ചെയ്താട്ടെ അപ്പ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.